നമസ്കാരം സുഹൃത്തുക്കളെ. CJP കോക്രോച്ച് ജനതാ പാർട്ടി, അതായത് ദിനം പ്രതി ഉയർന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ഇതായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് കണ്ടിട്ട് ഉൾപ്പുളകം കൊണ്ട് മനപ്പായസം കെട്ടിയിരിക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അതായത് അത്യാവശ്യം എന്താണ് ഈ പറഞ്ഞ പോലെ ഫേസ്ബുക്കെന്നോ ഇൻസ്റ്റാഗ്രാമെന്നോ അതിനകത്ത് വരുന്ന ഫോളോവേഴ്സ് ആരാണെന്നോ പോലും അറിയാത്ത കുറച്ച് പാവങ്ങളായ മനുഷ്യർ. അതെനിക്ക് മനസ്സിലായത് എനിക്ക് വരുന്ന ചില കമൻറ്റുകൾ കാണുമ്പോഴാണ്. അതായത് ഒരാൾ എഴുതിയിരിക്കുകയാണ്, എനിക്കൊരു കമൻറ്റ് ഇട്ടിരിക്കുകയാണ്, എൻ്റെ പേജിൽ വന്ന് പോസ്റ്റ് ഇട്ടതിനാണ് ഞാൻ നിന്നെ ചീത്ത വിളിച്ചതെന്ന്. അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സഹതാപം തോന്നി. കാരണം ഞാൻ എങ്ങനെയാണ് അയാളുടെ പേജിൽ പോയി പോസ്റ്റ് ഇടുന്നത്? അത് ഹൈക്ക് ചെയ്തിട്ടൊക്കെയാണ്. അതിനൊന്നും ഉള്ള അത്രമാത്രം ഹൈക്ക് ചെയ്യാനും മാത്രമുള്ള വിവരമൊന്നും എനിക്കില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല ആർക്കും. അപ്പോൾ പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇൻസ്റ്റാഗ്രാം അല്ല നമ്മുടെ നാട്ടിലെ ഭരണകർത്താക്കളെ തീരുമാനിക്കുന്നതെന്നൂടെ അറിയാത്ത ആൾക്കാരുണ്ടോ എന്നെനിക്കറിയില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകണമെങ്കിൽ, ഒരു പഞ്ചായത്ത് മെമ്പറിനെ തിരഞ്ഞെടുക്കാനുള്ള ഇലക്ഷനിൽ വോട്ട് ചെയ്യണമെങ്കിലെങ്കിലും നമ്മൾ ഇന്ത്യൻ പൗരനായിരിക്കണം, നമ്മുടെ ഐഡൻറ്റി കാർഡും അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാവണം. അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു പഞ്ചായത്ത് മെമ്പറെ പോലും സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു വോട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുള്ളൂ. അല്ല ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫോളോവേഴ്സിൻ്റെ ബലത്തിലാണ് നമ്മൾ ഒരാളെ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇന്ന് റൊണാൾഡോ ഒക്കെ ആയിരിക്കണം നമ്മുടെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞ പോലെ സെലീന ഗോമസ് ഒക്കെ ആയിരിക്കണം. കാരണം ഏറ്റവും കൂടുതൽ ഞാൻ നോക്കിയപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ഉള്ള ഒന്ന് റൊണാൾഡോയ്ക്കാണ്, 664 മില്യനാണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ലേഡിയാണ് സെലീന, അവർക്ക് 606 മില്യൺ ഫോളോവേഴ്സാണുള്ളത്. അപ്പോൾ അവരാണ് ഒരാൾ റൊണാൾഡോ പ്രധാനമന്ത്രിയാകും, സെലീന പ്രതിപക്ഷ നേതാവും ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ ഈ ഗോളത്തിലിരിക്കുന്ന, അതായത് ഈ ഭൂമി ഗോളത്തിൻ്റെ ഏതൊക്കെ ഭാഗത്ത് ഇത് ഉപയോഗിക്കുന്നുണ്ടോ അവർക്കെല്ലാം അത് ആക്സസബിൾ ആണ്. അവിടെയുള്ള മനുഷ്യരെല്ലാം ഫോളോവേഴ്സ്, ഇപ്പോൾ എനിക്കൊരു ഫോളോവർ ആവാൻ ആർക്ക് വേണമെങ്കിലും സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഒറ്റ മനസ്സിലാക്കിയൊരു കാര്യം, ഞാൻ ഇത് കൃത്യമായിട്ട് കയറി നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം, ഇതിനകത്ത് ഈ ഫോളോവേഴ്സ്, അതായത് ഏതാണ്ട് 15 മില്യൺ ആൾക്കാർ ഇപ്പോൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അത്രയും ആൾക്കാരുള്ള ആ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അയാളുടെ വീഡിയോസ് എടുത്ത് നോക്കുമ്പം വളരെ തുച്ഛമായിട്ടുള്ള വ്യൂസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ. അപ്പം എൻ്റെ ചില വീഡിയോസൊക്കെ നന്നായിട്ട് വ്യൂസ് ആയെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട 23,000 ഫോളോവേഴ്സേ എനിക്ക് എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലുള്ളൂ. പക്ഷേ ചില വീഡിയോസൊക്കെ 4 ലക്ഷത്തിലധികം ആൾക്കാർ കണ്ടു എന്ന് പറയുമ്പോൾ അവരൊന്നും എൻ്റെ ഫോളോവേഴ്സ് അല്ല, പക്ഷേ അത്രയും വ്യൂസ് എനിക്ക് കിട്ടി. അപ്പം അത്രയും ആൾക്കാർ അത് കണ്ടു എന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പം എനിക്ക് എൻ്റെ ഫോളോവേഴ്സിൽ അധികം ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ കമൻറ്റൊക്കെ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത്, അത് എൻ്റെ ഭാഷ അറിയാവുന്നവരാണിത് കാണുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് വരുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്തെ കമൻസ് ഒന്നും ഈ പറഞ്ഞ പോലെ ഭാഷ അറിയാവുന്നവരാണ് ഇടുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇയാൾ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഇടുന്നതെന്നാണെന്ന് തോന്നുന്നില്ല. കാരണം അതിനനുസരിച്ച് വ്യൂസ് അതിന് വരുന്നില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ ഈ അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന 30 വയസ്സുകാരനായ യുവാവ് ആം ആദ്മി പാർട്ടിയുടെ പല തലങ്ങളിലും ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്, അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളുമാണ്. അത് ഒരു ഇന്ത്യയിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥൻ്റെ വായിൽ നിന്ന് വീണ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ ഒറ്റ സുപ്രഭാതത്തിൽ ഒരു നേരം ഇരുട്ടി വെളുത്തപ്പോൾ ഉണ്ടായ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണിത്. അപ്പോൾ അത് കണ്ടിട്ട് നരേന്ദ്രമോദി പേടിച്ചു പോയി എന്നൊക്കെ പറയുമ്പോൾ, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ രാഹുൽ ഗാന്ധിയും ഒക്കെ പേടിക്കണം. കാരണം നമ്മുടെ നാട്ടിലുള്ള എല്ലാ രാഷ്ട്രീയക്കാരും പേടിക്കണം. കാരണം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ നടക്കുന്നതെങ്കിൽ അവരെല്ലാം പേടിക്കണം. അല്ലാത്ത സ്ഥിതിക്ക് അത് പേടിക്കേണ്ട കാര്യമൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ പറഞ്ഞ പോലെ അതിനകത്ത് വന്നിരിക്കുന്ന, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ, അത് കൃത്യമായ ഒരു അറിവാണെന്ന് അറിയില്ല. എന്നാലും ഇന്ത്യക്ക് എതിരെ നിൽക്കുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇന്ത്യക്ക് അകത്തുമുണ്ട്, ഇന്ത്യക്ക് പുറത്തുമുണ്ട്. ഇന്ത്യക്ക് പുറത്തുള്ളവരെക്കാളും ഉള്ള അകത്താണെന്നാണ് ചിലപ്പോൾ നമുക്ക് നമ്മുടെ കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്രയധികം രാജ്യദ്രോഹികളാണോ നമ്മളെ ഈ തീറ്റിപ്പോറ്റുന്നതെന്നൊക്കെ ചിലപ്പോൾ ആലോചിച്ച് പോകും. അപ്പോൾ പാകിസ്ഥാനിലും ഈ പറഞ്ഞ പോലെ ബംഗ്ലാദേശിലും ഒക്കെയുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ അതിനകത്ത് ഫോളോ ചെയ്തിരിക്കുന്നതെന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. ചില ഗ്രാഫുകളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തൊരു പയ്യൻ്റെ ഈ അക്കൗണ്ടിനകത്ത് എല്ലാ രാജ്യത്തുള്ള ആൾക്കാരും ഫോളോവേഴ്സായിട്ടുണ്ട്. അപ്പോൾ അവർക്കൊന്നും നമ്മുടെ നാട്ടിൽ വന്ന് ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അത്യാവശ്യം ഇതിൽ മനപ്പായസം കണ്ടിരിക്കുന്ന ആൾക്കാർ അത്യാവശ്യം അത്രയെങ്കിലും മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ വോട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ടിയെ മാറ്റി മറ്റൊരു പാർട്ടി, ഇപ്പം തന്നെ നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു വലിയൊരു ഭൂരിപക്ഷത്തോടെ ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറുന്നൊന്നും ചിന്തിക്കാത്ത ആളിലൊരാൾ തന്നെയാണ് ഞാൻ. അത്രയൊന്നും ഭൂരിപക്ഷം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ നാട്ടിലെ നമ്മുടെ ഐഡൻറ്റി കാർഡും ഒക്കെ വെച്ച് വോട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ ഈ രാജ്യത്തുള്ള
ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ കൂണുപോലെ ഒരു സുപ്രഭാതത്തിൽ ഒരു മഴയ്ക്ക് കൂണുപോലെ വെച്ച് ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ട് ഈ വർഷങ്ങൾക്കൊക്കെ ഇടയിൽ. അവർ ആരും ഒന്നും എത്തിയില്ല. അവരൊക്കെ എവിടെയാണ് ഇപ്പം നിൽക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ഈ CJP പാർട്ടിയാണ് ഇനി ഇന്ത്യ ഭരിക്കാൻ പോകുന്നതെന്നൊക്കെ പറയുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം അല്ലെങ്കിൽ അവർക്കൊക്കെ ഇവിടെ കള്ള പാസ്പോർട്ടും ഒക്കെ എടുത്ത് ഇവിടെ വന്ന് സ്ഥിരതാമസമാക്കി അവരൊക്കെ വോട്ട് ചെയ്യാൻ സജ്ജമാക്കേണ്ടി വരും. അതിന് പക്ഷേങ്കിൽ എനിക്ക് തോന്നുന്നില്ല ഇനി 29 നടക്കുമെന്ന്. ഇനി ഒരു 5 വർഷം കൂടെയോ അല്ലെങ്കിൽ 10 വർഷം കൂടെയോ എങ്കിലും അതിന് ശ്രമിച്ചെങ്കിലേ അതൊക്കെ സാധ്യമാകൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും സാധ്യമാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് കണ്ടിട്ട് ആരും വെള്ളം വെക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമുക്ക് കാലക്രമേണ കണ്ടു തന്നെ തീരുമാനിക്കാം എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഫോളോവേഴ്സ് ഒന്നും എന്തായാലും വോട്ടാവില്ല എന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് CJPയെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക. ബൈ.